ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ചെമ്പകമംഗലം തകർക്കാനുള്ള അടുത്ത പ്ലാനുമായി ഇന്ദ്രജ ഇറങ്ങിയിരിക്കുകയാണ്. മൈഥിലിയോടും വൈശാഖിനോടും ഉടൻ തന്നെ ഒരു പ്രസ് മീറ്റ് വെച്ച് കാർത്തിയെ നാണം കെടുത്താനായി ഇന്ദ്രജ പറയുന്നു. ഇന്ദ്രജ പറഞ്ഞത് പ്രകാരം പ്രസ് മീറ്റ് വിളിക്കുകയും കാർത്തിയെ എല്ലാവരുടെ മുമ്പിൽ തെറ്റുകാരനാക്കുകയും ചെയ്യുകയാണ് മൈഥിലി. അതേസമയം തന്നെ ചെമ്പകമംഗലത്തിൻ്റെ ഉടവാള തിരയാനായി കാർത്തി മറ്റു പോലീസുകാരെയും കൂട്ടി വൈശാഖിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ വൈശാഖുമായി പ്രശ്നമുണ്ടാവുകയും കാർത്തിക് തിരച്ചിൽ പൂർണ്ണമാക്കാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ടിയും വരുന്നു. മീനാക്ഷിയെ കുത്തി കുത്തി രാജലക്ഷ്മി അമ്മ ഓരോന്ന് സംസാരിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛനെ കൊണ്ടുപോയതുപോലെ അടുത്ത നിന്റെ ഇര ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷി പൊട്ടിക്കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് മന്ത്രവാദി എന്തൊക്കെയോ പൂജകൾ ചെയ്യുന്നതാണ്. അവിടെ മരിച്ചു കിടക്കുന്ന ഒരാൾ അയാളുടെ പൂജ കാരണം എഴുന്നേറ്റ് വരുന്നതും കാണിക്കുന്നുണ്ട്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയുടെ സാരിക്ക് തീ പിടിക്കുന്നതാണ്. എല്ലാവരും ചേർന്ന് സാരിയിലെ തീ അണയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ എങ്ങനെയാ പറ്റിയതെന്ന് കൈമള ചോദിക്കുമ്പോൾ മാലതി പറയുകയാണ്, അത് പിന്നെ മീനാക്ഷി. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ ബാക്കിയുള്ളത് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ മീനാക്ഷിയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രിയും നന്ദിനിയും. പിന്നീട് കാണിക്കുന്നത് വൈശാഖ് മൈഥിലിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ്. ഇനിയുള്ളതേ നമ്മുടെ സന്തോഷത്തിൻ്റെ നാളുകളാ. ആ ഇന്ദ്രജയ്ക്ക് എന്താണെങ്കിലും നമ്മളിനി വാള് കൊടുക്കാനേ പോകുന്നില്ലെന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വൈശാഖും മൈഥിലിയും. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.